ഡിസംബർ ആദ്യ വീക്കിൽ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ ഒരു എലക്ഷൻ പ്രമാണിച്ച് ഇലക്ഷൻ 9, 11 തീയതികളിലും 13-ാം തീയതി വോട്ടെണ്ണൽ പ്രമാണിച്ച് ഒരിക്കലും ആ ഒരു സമയത്ത് അക്കാഡമിക് കലണ്ടർ പ്രകാരം 8-ാം തീയതിയുടെയും 11-ാം തീയതിയുടെയും ഇടയിലൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം നടക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഹൈസ്കൂൾ 11-ാം തീയതിയും ഹയർ സെക്കൻഡറി 8-ാം തീയതിയാണ് തുടങ്ങേണ്ടത്. പക്ഷേ എലക്ഷനുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് എന്തായാലും പരീക്ഷ നടക്കില്ല. പിന്നെ നടക്കാൻ സാധ്യത 15-ാം തീയതിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 2 എക്സാം വെച്ച് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിതാ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് ഒഫീഷ്യൽ ഒരു അപ്ഡേഷൻ എന്നല്ല, ഒരു സാധ്യത മാത്രമാണ്. ഒരു പക്ഷേ എലക്ഷന് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ പറയുന്ന ഈ 8-ാം തീയതി 7-ാം തീയതി എന്നല്ല, നമ്മുടെ 1-ാം തീയതിയോ 2-ാം തീയതിയൊക്കെ ആയിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത്, അതായത് ആദ്യ ആഴ്ചയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-ാം തീയതിയോ 6-ാം തീയതിയോ വരെ കുറച്ച് എക്സാം നടത്തും. എന്നിട്ട് പിന്നീട് കുറച്ച് എക്സാം ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഞാൻ പറയുന്ന 15-ാം തീയതി വീണ്ടും എക്സാം സ്റ്റാർട്ട് ചെയ്ത് 19-ാം തീയതി നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. ആ രൂപത്തിലേക്കാകാം. അല്ല എന്നുണ്ടെങ്കിൽ സാധ്യത പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. 15-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എക്സാം ആ സമയത്തും പിന്നീട് നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 3-4 എക്സാം വെക്കേഷൻ കഴിഞ്ഞിട്ടും വെക്കാനാണ് സാധ്യത. അല്ല എന്നുണ്ടെങ്കിൽ 2 എക്സാം വെച്ചിട്ടും. അപ്പൊ എങ്ങനെയായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഡിസംബർ മാസത്തിൽ ഏത് സമയത്തും എക്സാം വെക്കാൻ സാധ്യതയുണ്ട് അക്കാഡമിക് കലണ്ടർ പ്രകാരം. അങ്ങനെയാണെങ്കിൽ പോലും അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാറേ ചിലപ്പോൾ ആ ആഴ്ചയിൽ തീർക്കേണ്ട പോർഷൻസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷെ എന്നാൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ വരും. എന്നിട്ട് നിങ്ങളുടെ അതാത് സ്കൂളുകാർ ചിലപ്പോൾ പറയും ഈ ഭാഗം എടുക്കാത്തതുകൊണ്ട് എടുത്ത ഭാഗത്തുനിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി തരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ 7-ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ആ എടുക്കേണ്ട ലാസ്റ്റ് ആഴ്ചയാണ് ഈ ഇലക്ഷൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് വന്നത്. അപ്പൊ ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് ഒരു ഇത് കൊടുക്കും, 8-ാമത്തെ ചോദ്യം എഴുതണ്ട, 8-ാമത്തെ ചോദ്യത്തിന്റെ പകരം വേറൊരു ക്വസ്റ്റ്യൻ ഇട്ടൊരു എടുത്ത ഭാഗത്ത്. അങ്ങനെ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കാണേണ്ടത് ഡിസംബർ ആദ്യ വാരത്തിൽ തന്നെ എക്സാം ഉണ്ടാവുമെന്നുള്ള ഉറപ്പോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. അല്ലാതെ ഇനി ഡിസംബർ കഴിഞ്ഞാലായിരിക്കും എക്സാം ഒക്കെ വരുന്നത്, ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്നും നിൽക്കണ്ട. കാരണം ജനുവരിയിലേക്ക് ഒരിക്കലും ഈ എക്സാം കൊണ്ടുപോകാൻ സാധ്യത കാണുന്നില്ല. ആ സമയത്ത് ഹയർ സെക്കൻഡറിക്കും അതുപോലെ തന്നെ നമ്മുടെ SSLC-കാർക്കൊക്കെ മോഡൽ എക്സാമും, അതും അതായത് IT മോഡൽ എക്സാമും കുറെ എക്സാമിന്റെ ഒരു പൂരമായിരിക്കും. അപ്പൊ ജനുവരിയിലേക്ക് അത് കൊണ്ടുപോകാൻ സാധ്യതയില്ല. പിന്നൊരു സാധ്യത പലരും പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ എക്സാം റദ്ദ് ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെ ആയിരിക്കും ചെയ്യാൻ സാധ്യത. നമ്മളെ ഡിസംബർ 5-ന് മുമ്പ് കുറച്ച് എക്സാമും ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് എക്സാം. എന്തെന്നായാലും മക്കൾ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഒരിക്കൽ പോലും എക്സാം റദ്ദ് ചെയ്യുമെന്നുള്ള വിചാരത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ട എക്സാം അതിന്റെ സമയത്ത് തന്നെ നല്ല വൃത്തിയായിട്ട് നടക്കും. കുറച്ച് നേരത്തെ ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.